കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ പി.വി. അൻവർ യു.ഡി.എഫിൽ ഒറ്റപ്പെടുന്നു. അൻവറിനെ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കേണ്ടിയിരുന്നില്ല എന്ന കോഴിക്കോട് ഡി.സി.സി പ്രസിഡന്റിന്റെ പരസ്യ പ്രസ്താവനയ്ക്ക് പിന്നാലെ മുൻ കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും അൻവറിനെതിരെ വന്നതും തിരിച്ചടിയായി. ഇതോടെ അൻവർ യു.ഡി.എഫിന് ബാധ്യതയാവുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ടെത്തൽ. ബേപ്പൂരിൽ മത്സരിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചാണ് അൻവർ ജനവിധി തേടിയത്. അൻവർ സ്ഥാനാർത്ഥിയാവുന്ന കാര്യം മാധ്യമങ്ങളിലൂടെയാണ് ഡി.സി.സി നേതൃത്വം അറിഞ്ഞത്. അൻവറിനെ വി.ഡി. സതീശനും കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫും പിന്തുണച്ചതോടെ ഡി.സി.സിക്ക് ബേപ്പൂരിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസമാണ് ഡി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. പ്രവീൺകുമാർ എം.എൽ.എ. അൻവറിനെതിരെ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനും അൻവറിനെതിരെ ഒളിയം പെയ്തത്. അൻവറിനോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ നീരസമാണ് ഇതിലൂടെ പുറത്തു വന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അൻവർ യു.ഡി.എഫ് വേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ പുറത്തു വന്നതോടെ പി.വി. അൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ചതിച്ചത് ചന്തു തന്നെ എന്ന പേരിലായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായ അൻവറിന്റെ ഒളിയമ്പ്. ഞങ്ങൾ ചതിച്ചത് തന്നെയെന്ന് വിളിച്ചു പറയാൻ ഉളുപ്പില്ലാത്തവർ ഇനിയും പറയട്ടെ എന്നും പി.വി. അൻവർ മറുപടി പോസ്റ്റിൽ പറഞ്ഞിരുന്നു. നിലവിൽ യു.ഡി.എഫ് വേദികളിൽ നിന്ന് അൻവർ വിട്ടുനിൽക്കുന്നതും ഇപ്പോൾ മുന്നണി നേതൃത്വത്തിനെതിരെ നേരിട്ട് രംഗത്ത് വന്നതും അൻവർ യു.ഡി.എഫിൽ കൂടുതൽ ഒറ്റപ്പെടുന്നതിലേക്ക് നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.